ഹദീസാണ് നമ്മൾ വായിച്ചത്. ഏതാണത്? ബുനിയൽ ഇസ്ലാമു അല ഖംസ്, 5 തൂണുകളിന്മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ആ 5 കാര്യങ്ങളുടെ പ്രാധാന്യമാണ് ഈ ഹദീസ് പറയുന്നത്. കാരണം ഒരു കാര്യം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 തൂണുകളിന്മേലാണെന്ന് പറയുമ്പോൾ ആ 5 തൂണുകൾക്ക് എന്തുണ്ട്? അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 തൂണുകളിന്മേലാണ് എന്ന് പറയുമ്പോൾ ആ 5 കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലൊന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഷഹാദത്തൈൻ, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നും ഉള്ളതാണത്. അപ്പോൾ അത് നാവ് കൊണ്ടുള്ള സംസാരവും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവുമാണ്. നുത്ഖും ബിൽ ലിസാൻ വഅ്തിഖാദുൻ ബിൽ ജനാൻ, ഹൃദയം കൊണ്ടുള്ള വിശ്വാസവുമാണെന്ത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടാകണം, അറിവുണ്ടാകണം. അതുപോലെ തന്നെ ഇഖ്ലാസ് ഉണ്ടാകണം. അതുപോലെ ആ കലിമക്ക് കീഴ്പ്പെടണം. അതുപോലെ തന്നെ ആ കലിമയെ ഇഷ്ടപ്പെടണം. അങ്ങനെയുള്ള നിബന്ധനകൾ ആ കലിമക്കുണ്ട്. ആ കലിമ എന്താണെന്നറിയാതെ 1000 വട്ടം അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ കലിമ എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് മക്കയിലെ ഖുറൈശികൾ അത് പറയാൻ മടിച്ചത്. അപ്പോൾ അതെന്താണെന്നറിയാതെ 100 വട്ടമോ 1000 വട്ടമോ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇഖാമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തലാണ്. നിസ്കാരം നിലനിർത്തുക എന്നത് അതിൽ ശാരീരികമായ പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ള സംസാരമുണ്ട്. എന്നാൽ ധനം അതിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, പൈസ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എന്തു മതി? ശരീരം കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടായാൽ മതി. തയ്യിബ്. അപ്പോൾ ഈ ഒരു ഇബാദത്ത് അതെന്താണ്? ശാരീരികമായ ഒരു പ്രവർത്തനമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. അടുത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈതാഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കലാണ്. ഇതെന്താണ്? ഇത് ശാരീരികമായ ഒരു പ്രവർത്തനമല്ല, മറിച്ചത് ധനവുമായി ബന്ധപ്പെട്ട, പണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. അത് നമ്മളുടെ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം നിർബന്ധമായിക്കൊണ്ട് മറ്റൊരാൾക്ക് നൽകലാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യേണ്ടി വരും? അവൻ്റെ പൈസയിൽ നിന്നും പണത്തിൽ നിന്നും നിശ്ചിത വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഇത് പണവുമായി ബന്ധപ്പെട്ടതാണ്. സൗമ റമദാൻ, അതുപോലെ നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പ്, അതെന്താണ്? അതും ശാരീരികമായ ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതെന്തല്ല, അത് വേറൊരു തരമാണ്. നിസ്കാരം എന്നത് ശാരീരികമായ പ്രവർത്തനമാണ്, അത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. എന്നാൽ നോമ്പ് എന്നത് ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളതാണ്. നോമ്പ് എന്താണ്? ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളതാണ്. എന്താണ് ആ കാര്യങ്ങൾ? ഫജ്ർ മുതൽ മഗ്രിബ് വരെ, ഇന്നലെ വരെ ഭക്ഷണം കഴിച്ചിരുന്നവർ ഇന്ന് ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഒന്നും കഴിക്കാൻ പാടില്ല, വിശപ്പ് സഹിക്കണം. അപ്പോൾ ഇതെന്താണ്? അവൻ നോമ്പ് നോൽക്കുകയാണ്. അപ്പോൾ അവൻ മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനത്തിലാണ് അവിടെ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യൽ, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യൽ, അതെന്താണ്? അത് ശാരീരികമായ പ്രവർത്തനവുമാണ്. അതുപോലെ തന്നെ അതിനെന്ത് വേണ്ടി വരും? സമ്പത്ത് ചെലവഴിക്കേണ്ട ആവശ്യവുമുണ്ട്. അപ്പോൾ ഇത് എല്ലാം അതുപോലെ തന്നെ ഹജ്ജിൽ എന്തുണ്ട്? സംസാരമുണ്ട്, നുത്ഖുണ്ട്, തൽബിയത്തായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളിൽ ദിക്റുകളായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഹജ്ജിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിരിക്കുന്നു? ഇസ്ലാമിൻ്റെ റുക്നുകളിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പണിതിട്ടുള്ളത്. അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സംവിധാനത്തിൽ ചില ഹിക്മത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ബദ്ലുൽ മഹ്ബൂബ്,
ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെലവഴിക്കുക എന്നത്. വൽ കഫ്ഫു അനിൽ മഹ്ബൂബ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുക എന്നത്. വ ഇജ്ഹാദുൽ ബദൻ, അതുപോലെ തന്നെ ശരീരത്തിന് പണി കൊടുക്കുക എന്നത്, ശരീരത്തിനൊരു വർക്ക് കൊടുക്കുക എന്നത്. ഇതെല്ലാം എന്താണ്? പരീക്ഷകളാണ്, പരീക്ഷണങ്ങളാണ്. ചില ആളുകൾക്ക് വിശപ്പ് സഹിക്കുക എളുപ്പമായിരിക്കും, എന്നാൽ നിസ്കരിക്കലും അവനക്ക് പ്രയാസമായിരിക്കും. ചില ആളുകൾക്ക് നിസ്കരിക്കലും വിശപ്പ് സഹിക്കലും സുഖമായിരിക്കും, എന്നാൽ അവൻ എന്തായിരിക്കും? പൈസ കൊടുക്കൽ ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ എല്ലാ മാർഗത്തിലും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? പരീക്ഷിക്കുകയാണ്. പണം ചെലവഴിക്കേണ്ട വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പിടിച്ചു വെക്കലാണെങ്കിൽ അങ്ങനെ. ഇതെല്ലാം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? 5 കാര്യങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. ത്വയ്യിബ്, നോക്ക്, നോമ്പിൽ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യദഉ തആമഹു വ ശറാബഹു വ ശഹ്വതഹു മിൻ അജ്ലി. അവനവൻ്റെ ഭക്ഷണം, അവൻ്റെ പാനീയം, അവൻ്റെ ഷഹ്വത്ത്, അവൻ്റെ വികാരം, അവൻ അനുവദനീയമായ അവൻ്റെ ഭാര്യയുണ്ട്, പക്ഷേ അവനെന്ത് ചെയ്യുന്നില്ല? അവിടേക്ക് പോകുന്നില്ല. കാരണം എന്താണ്? നോമ്പാണ്. അങ്ങനെ ആ നോമ്പ് കാലത്ത് അവനെന്ത് ചെയ്യുന്നു? അവനതിനെ പിടിച്ചു വെക്കുന്നു. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം അവൻ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ഇതെന്താണ്? ഇതൊരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ അവൻ ഇഷ്ടമുള്ളത് ചെലവഴിക്കുന്നു. അതുപോലുള്ള കാര്യങ്ങൾ, ഇത് പല നിലക്കുമുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾ, ചില രാജാക്കന്മാർ, അവരുടെ മേൽ കഫാറത്ത് വാജിബായി. എന്താണ് കഫാറത്ത് വാജിബായത്? അവർക്ക് അടിമയെ മോചിപ്പിക്കണം, ഒരടിമയെ മോചിപ്പിക്കണമെന്ന് കഫാറത്ത് വാജിബായി, നിർബന്ധമായി. അപ്പോൾ അവിടെയുള്ള മുഫ്തി പറഞ്ഞു, നിങ്ങൾ അടിമയെ മോചിപ്പിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു, ഫത്വ നൽകി. അപ്പോൾ മുഫ്തിയോട് ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ്? ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ മുഫ്തി തിരിച്ചു പറഞ്ഞു, എന്ത്? അടിമയെ ഒന്നല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതെന്താണ്? ഇത് പ്രയാസമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ചെയ്ത തിന്മക്കുള്ള പ്രായശ്ചിത്തമല്ലേ, അപ്പോൾ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കണം. ഈ മുഫ്തി പറഞ്ഞത് ശരിയല്ല. ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഈ മുഫ്തി പറഞ്ഞത് ശരിയല്ല. പക്ഷെ ആ മുഫ്തി എടുത്ത ഹിക്മത്ത് എന്താണ്? ആ മനുഷ്യൻ എല്ലാ നിലക്കും എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ രാജാവിനോടായാലും ആരോടായാലും പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതിന് രാജാവായാലും പ്രജയായാലും എന്തായാലും, ഈ കഥയിലാകട്ടെ എന്താവട്ടെ, ഈ കാര്യങ്ങളിൽ മനുഷ്യനെ മുഴുവനായുള്ള പരീക്ഷണമുണ്ട്. അത് പല മേഖലകളിലുണ്ട്. ആ മേഖലയിലെല്ലാം അവൻ വിജയിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹദീസ് ഹിഫ്ള് ചെയ്തവർ നാളെ കാലത്ത് ഇൻഷാ അല്ലാഹ് അറബി ദർസിന് മുമ്പ് കേൾപ്പിക്കാം. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു ഉദ്ദേശിച്ചാൽ 4-ാമത്തെ ഹദീസ് നമുക്ക് വായിക്കാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.